മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി വയനാട് കളക്ടറേറ്റ് ഉപരോധിക്കുകയാണ്. പുനരധിവാസ പട്ടികയിൽ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല എന്നാരോപിച്ചാണ് സമരം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, മഹാദുരന്തമുണ്ടായി നാളുകൾ ഇത്ര കഴിഞ്ഞിട്ടും നേരാവണ്ണം ഒരു പട്ടിക പോലും ഉണ്ടായിട്ടില്ല. അതിപ്പോഴും ആരോപണ വിധേയമാണ്, അതിപ്പോഴും പ്രതിഷേധത്തിന് കാരണമാണ് എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ്, അങ്ങേയറ്റം ദൗർഭാഗ്യകരവുമാണ്. സുർജിത്ത്. തീർച്ചയായും ഹാഷ്മിക്ക് നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോഴും ആ ദുരന്തബാധിതരുടെ പട്ടിക പൂർണ്ണമായ രീതിയിൽ പൂർണ്ണാർത്ഥത്തിൽ അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരമുഖത്തേക്ക് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർ വീണ്ടും എത്തി ചേരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അത്രമേൽ പ്രതിഷേധമുണ്ട്. ഇതുമായി ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടികയിൽ അതിൽ പോലും റാട്ടപ്പാടിയും പടവട്ടിക്കുന്നും അടക്കമുള്ള പ്രദേശങ്ങൾ, അട്ടമല അടക്കമുള്ള പ്രദേശങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. അവർക്ക് അവിടെ താമസയോഗ്യമല്ലാത്ത പ്രദേശമാണ്. സ്വാഭാവികമായും അവിടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. അവസാനഘട്ട പട്ടികയിൽ പോലും പല അനർഹരും ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അർഹരായ പലർക്കും ഈ പട്ടികയിൽ ഇടം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വീണ്ടും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി എത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ആദ്യം മുതൽ ഇക്കാര്യങ്ങളാണ് പറയുന്നത്. അർഹതയുള്ള ഒരുപാട് പേര് പുറത്തു നിൽക്കെ തന്നെ അനർഹരായാണ് അവസാന 49 പേരുടെ ലിസ്റ്റ്. അതാണ് ഈ ലിസ്റ്റാണത്. ഈ ലിസ്റ്റിൽ അനർഹരായിട്ടുള്ള ഒരുപാട് പേര് കടന്നുകൂടിയിട്ടുണ്ട്. അത് തന്നെ ചൂരൽമല, ആ വെള്ളരിമല, ഞങ്ങളുടെ ഗ്രാമത്തെ വെള്ളരിമല എന്ന് പറയുന്നത്, വെള്ളരിമല പ്രദേശത്ത് അധികാരമുള്ള സ്വാധീനമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പറയുന്നത് അവർക്കാണ് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. DDMA, അതായത് ഈ ദുരന്തത്തെ ഈ DDMA തീരുമാനിക്കുന്നതാണ് ഈ മാനദണ്ഡങ്ങൾ. ഈ 49 പേർക്ക് 49 മാനദണ്ഡങ്ങളാണ്. ഇന്ന് ഇതേ മാനദണ്ഡങ്ങളുള്ള മറ്റാളുകൾ ഉൾപ്പെടുത്തുന്നുമില്ല. അതുപോലെ തന്നെ ചില ആളുകൾ, അട്ടമലയിലെ ആളുകളെ ഈ ലിസ്റ്റിൽ പെടുത്തരുതെന്നുള്ള വാശിയുണ്ട്. കാരണം ചില സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നുള്ള രീതിയിലാണ് അത് ഞങ്ങളോട് ആദ്യം തുറന്നു പറഞ്ഞതാണ്. അതിന് DDMAയിലുള്ള ജനപ്രതിനിധികൾ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 3 ജനപ്രതിനിധികളും ഷംസാദ് മരക്കാർ അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലുണ്ട്, ആ സമിതിയിലുണ്ട്, സർക്കാർ സംവിധാനത്തിലുണ്ട്. ഇവരാണ് സാധാരണക്കാരന്റെ ശബ്ദം കേൾപ്പിക്കേണ്ടത്. അതിനു പകരം അവിടെയുള്ള കുറുവ സംഘത്തിന്റെ ശബ്ദം കേൾപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. MLA കുറിച്ചും ഇതേ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. MLA നോക്കൂ, പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നു. പ്രിയങ്ക ഗാന്ധി വളരെ ഞങ്ങളോട് സഹകരിച്ചു. ഞങ്ങളുടെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള ഉസ്മാൻ ബാപ്പുവിനെ തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും വളരെ അനുഭാവപൂർവ്വം പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. പക്ഷേ MLA ആ സമയത്ത് ഇതിനെ തടസ്സപ്പെടുത്തുകയാണ്. MLAക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. MLAയും ഈ കുറുവാ സംഘത്തിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക, അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ആക്ഷേപമാണ് ഈ ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ DDMAക്കെതിരെ ഉൾപ്പെടെ വലിയ ആക്ഷേപങ്ങൾ ഇവർ ഉന്നയിക്കുന്നു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പുനരധിവാസ പട്ടികയിൽ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല എന്നാരോപിച്ചാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി വയനാട് കളക്ടർ ഉപരോധിക്കുന്നത്. ആളുകൾ ഇത്രേ എന്നിട്ടും ഒരു കുറ്റമറ്റ പട്ടിക, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയരാത്ത, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പട്ടിക പോലും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.